ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലൊരു ആയുർവേദിക് ക്ലിനിക്കിൽ പോയപ്പോൾ 2 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്. മേലെ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. കരച്ചിലെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് നിർത്താത്ത കരച്ചിൽ, നോൺ സ്റ്റോപ്പ് കരച്ചിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് എങ്ങാനും വല്ല കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആയുർവേദിക് സ്ഥലത്തേക്കല്ലല്ലോ കൊണ്ടുവരാം, എമർജൻസി അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുപോയി, കുട്ടി എന്തായിരിക്കും ഇങ്ങനെ കാരണം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അങ്ങനെ കുറേ നേരം കരച്ചിലിന് ശേഷം ഒരു അമ്മയും കുട്ടിയും മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ട്, കുട്ടി കരയണില്ല. അമ്മ ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം ആ ടാബ് വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും കുട്ടി കരയാണ്, ജീവൻ പോണ പോലെയാണ് കുട്ടി കരയണത്. അപ്പോൾ അമ്മ തിരിച്ചത് കൊടുത്ത വഴിക്ക് കരച്ചിൽ സ്വിച്ച് ഇട്ട പോലെ നിന്നു. കരഞ്ഞു കരഞ്ഞിട്ട് ആ കുട്ടിയുടെ മുഖമൊക്കെ പിങ്ക് കളറായി, അതുപോലെ കരയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ, നമ്മളല്ലേ അവർക്ക് ആദ്യം അത് കൊടുത്തത്. അപ്പോൾ എനിക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെയും കൂടിയും കയ്യിലാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലൊരു ആയുർവേദിക് ക്ലിനിക്കിൽ പോയപ്പോൾ 2 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്. മേലെ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. കരച്ചിലെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് നിർത്താത്ത കരച്ചിൽ, നോൺ സ്റ്റോപ്പ് കരച്ചിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് എങ്ങാനും വല്ല കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആയുർവേദിക് സ്ഥലത്തേക്കല്ലല്ലോ കൊണ്ടുവരാം, എമർജൻസി അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുപോയി, കുട്ടി എന്തായിരിക്കും ഇങ്ങനെ കാരണം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അങ്ങനെ കുറേ നേരം കരച്ചിലിന് ശേഷം ഒരു അമ്മയും കുട്ടിയും മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ട്, കുട്ടി കരയണില്ല. അമ്മ ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം ആ ടാബ് വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും കുട്ടി കരയാണ്, ജീവൻ പോണ പോലെയാണ് കുട്ടി കരയണത്. അപ്പോൾ അമ്മ തിരിച്ചത് കൊടുത്ത വഴിക്ക് കരച്ചിൽ സ്വിച്ച് ഇട്ട പോലെ നിന്നു. കരഞ്ഞു കരഞ്ഞിട്ട് ആ കുട്ടിയുടെ മുഖമൊക്കെ പിങ്ക് കളറായി, അതുപോലെ കരയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ, നമ്മളല്ലേ അവർക്ക് ആദ്യം അത് കൊടുത്തത്. അപ്പോൾ എനിക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെയും കൂടിയും കയ്യിലാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക.